നറൂട്ടോ സീരീസിലെ രണ്ട് പവർഫുൾ ക്യാരക്ടറാണ് ഇറ്റാച്ചി ഉച്ചിഹയും ജിറായ സെൻസെയും. എന്നാൽ ഇവർ തമ്മിൽ ഫൈറ്റ് ചെയ്താൽ ആര് ജയിക്കും? നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഹൈപ്പും ലൈക്കും ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല, ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, ഇവിടെ ആദ്യം തന്നെ നമുക്ക് ഇറ്റാച്ചിയുടെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റാച്ചിക്ക് ഇവിടെ അമത്തറസു, സുക്കിയോമി, ഡീമോണിക് ഇല്ലുസിലേഷൻ, സൂസാനോ, യാട്ടാ മിറർ, ടോട്സുക ബ്ലേഡ്, ഫയർബോൾ ജുട്സു, എക്സ്പ്ലോഡിംഗ് ക്ലോൺ എന്നിങ്ങനെ ഒരുപാട് ജുട്സൂസ് നമ്മുടെ ഇറ്റാച്ചിക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ജിറായക്ക് ഇവിടെ റെസിംഗൻ, അൾട്രാ ബിഗ് ബോൾ റെസിംഗൻ, സേജ് മോഡ്, ടൈ ജുട്സു, ഡ്യൂറബിലിറ്റി, നീഡിൽ ജിസോ, വൈൽഡ് ലൈൻ മെയിൻ, സമണിംഗ് ജുട്സു, ചാക്ര സീലിംഗ്, സേജ് ആർട്ട്, റീപ്പർ ഡെത്ത് സീൽ, അതുപോലെ തന്നെ ഷാഡോ മാനിപ്പുലേഷൻ എന്നിങ്ങനെ ഒരുപാടധികം ജുട്സൂസ് നമ്മുടെ ജിറായക്കും യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ആദ്യം തന്നെ ടൈജുട്സുവിന്റെ കാര്യത്തിൽ ഇറ്റാച്ചിക്ക് അത്ര സൂട്ടാകില്ല. എന്നാൽ ഇവിടെ ജിറായക്കാണെങ്കിൽ സെക്കൻഡ്, തേർഡ് നിഞ്ച വാറിലൊക്കെ ഫൈറ്റ് ചെയ്ത് നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ഉണ്ട്. കൂടാതെ ഓവറോൾ ഇറ്റാച്ചിയെ വെച്ച് കമ്പയർ ചെയ്താൽ പോലും ടൈജുട്സുവിൽ ജിറായ ഒരു പിടി മുൻപിലാണ്. അതുകൊണ്ട് ഇവിടെ ടൈജുട്സു ബാറ്റിൽ കംപ്ലീറ്റ് ആയി വിൻ ചെയ്യാൻ പോകുന്നത് ജിറായാണ്. ഇനി സെക്കൻഡ്, ഇറ്റാച്ചിയുടെ അമത്തറസു. ഈ ഒരു അമത്തറസു എന്തിനെ ടച്ച് ചെയ്യുന്നോ അത് മുഴുവനായും ഡിസ്ട്രോയ് ആകുന്നത് വരെ കത്തിക്കൊണ്ടിരിക്കും. എന്നാൽ ഇറ്റാച്ചിയുടെ ഈ ഒരു അമത്തറസവും നമ്മുടെ ജിറായ കൗണ്ടർ ചെയ്യും. അതിനുവേണ്ടി ജിറായ ആ ഒരു നീഡിൽ ജുട്സു യൂസ് ചെയ്യും. ഇത് വെച്ച് നമ്മുടെ ജിറായ തന്റെ ബോഡി മുഴുവൻ കവർ ചെയ്തു. ഇറ്റാച്ചി ആ ഒരു അമത്തറസ് യൂസ് ചെയ്യുന്ന സമയം ആ ഒരു ബ്ലാക്ക് ഫ്ലെയിം കത്തിക്കൊണ്ടിരിക്കുന്ന ഭാഗം മാത്രം സ്പ്ലിറ്റ് ചെയ്ത് ജിറായക്ക് ഇതിൽ നിന്ന് ഈസി ആയിട്ട് രക്ഷപ്പെടാൻ കഴിയും. ഇതിന് മറ്റൊരു കാരണം ഈ ഒരു അമത്തറസ് വളരെയധികം സ്ലോ ആണ്. ഇനിയിപ്പോൾ അഥവാ ജിറായുടെ മേൽ ആ ഒരു അമത്തറസ് കൊണ്ടു എന്ന് തന്നെ വെക്ക്. അങ്ങനെ കത്തിയാൽ പോലും ജിറായുടെ ആ ഒരു ചാക്ര സീല് വെച്ച് അമത്തറസിനെ ഈസി ആയിട്ട് ഇല്ലാതാക്കാൻ കഴിയും. കൂടാതെ ബാറ്റിൽ നടക്കുന്ന സമയത്ത് ഇറ്റാച്ചി വെറുതെ അനാവശ്യമായിട്ട് അമത്തറസ് യൂസ് ചെയ്യാറില്ല. കാരണം ഇറ്റാച്ചി യൂസ് ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ ചാക്ര ഡ്രെയിൻ ആകുന്ന ഒന്ന് ഈ ഒരു അമത്തറസു ആണ്. ഇനി അതുപോലെ നമ്മുടെ ജിറായുടെ വൈൽഡ് ലോൺ മെയിൻ വെച്ച് കോനാനെ ലോക്ക് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ ആ ഒരു നാഗട്ടോയുടെ ആ ഒരു റെനിഗൺ ബീസ്റ്റ് ഇല്ലേ, അതിനെ വരെ പിടിച്ചു വെച്ച് ക്രഷ് ചെയ്യാൻ പറ്റിയ ഒരു ടെക്നിക്കാണ് ഇത്. എന്നാൽ ഇത് വെച്ച് ഇറ്റാച്ചിയെ ലോക്ക് ചെയ്യാമെന്ന് കരുതിയാൽ അത് നടക്കില്ല. ഇറ്റാച്ചിയുടെ ആ ഒരു ക്രോക്ലോൺ ജുട്സു വെച്ച് ഈസി ആയിട്ട് അതിൽ നിന്നും എസ്കേപ്പ് ആകും. ഇനി ഇറ്റാച്ചിയുടെ ഏറ്റവും അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ആ ഒരു ഗെൻജിറ്റ്സു അഥവാ സുക്കിയോമി വെച്ച് നമ്മുടെ ജിറായെ ട്രാപ്പിലാക്കാൻ കഴിയുമോ? ഇവിടെ ലെജൻഡറി സനിയനിൽ ഒരാളായിട്ടുള്ള ഒറോച്ചിമാറുവിനെ വരെ ട്രാപ്പിലാക്കി വിരട്ടിയത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ എല്ലാവരും ചിന്തിക്കുന്നത് ഒറോച്ചിമാറുവിനെ ട്രാപ്പിലാക്കാൻ കഴിയുമെങ്കിൽ എന്തായാലും ജിറായെ ആ ഒരു ഗെൻജുട്സുൽ പെടുത്താൻ കഴിയുമെന്നായിരിക്കും. എന്നാൽ ഇവിടെ ഒന്നാമത്തെ കാര്യം ഒറോച്ചിമാറു അല്ല ജിറായ. രണ്ടാമത് ജിറായ ഒരു സേജ് മോഡ് യൂസർ ആണ്. ഒരു കംപ്ലീറ്റ് സേജ് മോഡ് യൂസർ അല്ലെങ്കിലും ഈ ഒരു സേജ് മോഡിന്റെ മുന്നിൽ ഇറ്റാച്ചിയുടെ സുക്കിയോമി ഒന്നും വർക്കാകില്ല. ഇനി അഥവാ ജിറായ ആ ഒരു ഗെൻജുട്സുൽ പെട്ടുപോയാൽ തന്നെ ജിറായുടെ ഷോൾഡറിലുള്ള ആ ഒരു രണ്ട് ടോഡില്ലേ, അവർ ഇതിന് സമ്മതിക്കില്ല. അപ്പോൾ ഇവിടെ ഇറ്റാച്ചിയുടെ ഗെൻജിറ്റ്സുവും വർക്കാകില്ല. ഇനി ഇറ്റാച്ചിക്ക് ആകെ പറയാനായിട്ടുള്ളത് നമ്മുടെ സുസനോ ആണ്. ഇറ്റാച്ചിയുടെ സുസനോയിൽ പ്രധാനപ്പെട്ട ഒന്ന് ആ ഒരു യാട്ടാ മിറർ ആണ്. യാട്ടാ മിറർ വെച്ച് എന്തിനേയും ബ്ലോക്ക് ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞാലും 160ൽ അറ്റാക്ക് ചെയ്യാൻ വരുന്ന എന്തിനേയും മാത്രമേ ഇവിടെ ബ്ലോക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. കൂടാതെ ഇത് വളരെയധികം സ്ലോവുമാണ്. ഇറ്റാച്ചിയുടെ ഈ ഒരു ഷീൽഡ് കവർ ചെയ്യാത്ത ഭാഗം നോക്കി നമ്മുടെ ജിറായ ഒരു അൾട്രാ ബിഗ് ബോൾ റെസിംഗൺ വെച്ച് അടിച്ചാൽ തന്നെ ഇറ്റാച്ചിയുടെ സുസനോയും ബ്രേക്ക് ആകും. ഇനി അതുമല്ലെങ്കിൽ നമ്മുടെ സുസനോയുടെ അകത്ത് നിൽക്കുന്ന ഇറ്റാച്ചി ആ ഒരു നിലത്ത് നിൽക്കുന്ന ഭാഗമില്ലേ, ഇപ്പോൾ എക്സാമ്പിൾ നമ്മുടെ ഗാറ മാതറയെ തന്റെ സാൻഡ് വെച്ച് സുസനോയിൽ നിന്ന് വലിച്ച് പുറത്തേക്ക് എറിയുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? ഇനി അതുമല്ലെങ്കിൽ നമ്മുടെ നറൂട്ടോ മണ്ണിനടിയിൽ നിന്നും പറന്നു വന്ന് നെജിയെ അടിക്കുന്നില്ലേ? അതുപോലെ പല വഴികളിലൂടെയും ജിറായാക്കും ഇറ്റാച്ചിയെ ഈസി ആയിട്ട് അടിക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾ പിന്നെയും പറയും ഇറ്റാച്ചിയുടെ കയ്യിൽ ആ ഒരു ടോട്സുക ബ്ലേഡ് ഇല്ലേ, ഇത് വെച്ച് എന്തിനേയും സീൽ ചെയ്യാനും കഴിയും. എന്നാൽ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ടോട്സുക ബ്ലേഡും വളരെയധികം സ്ലോ ആണ്. ഇപ്പോൾ ഫാസ്റ്റിൽ മൂവ് ചെയ്യാൻ കഴിയുന്ന ഒരു ടോഡിനെ നമ്മുടെ ജിറായ സമൺ ചെയ്താൽ തന്നെ ഇതിൽ നിന്നും ഈസി ആയിട്ട് നമ്മുടെ ജിറായക്ക് രക്ഷപ്പെടാനും കഴിയും. അതായത് ഇവിടെ ഇറ്റാച്ചിക്ക് എന്തൊക്കെ വെച്ച് ഫൈറ്റ് ചെയ്താലും ജിറായക്ക് അതൊക്കെ തടഞ്ഞു നിർത്താൻ കഴിയും. കൂടാതെ ഇതിനും ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. ഇറ്റാച്ചി ഷെറിംഗണും അതുപോലെ തന്നെ സുസനോ ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അത്രയധികം ചാക്രയും ഡ്രെയിൻ ആകും. എന്നാൽ ജിറായക്ക് ആ ഒരു കാര്യത്തിൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ഫൈറ്റിൽ ഫൈനലി വിൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ജിറായയാണ്. ഇറ്റാച്ചി ഫാൻസ് ഇതൊരിക്കലും സമ്മതിച്ചു തരില്ല എന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയാം. ഇറ്റാച്ചിയും കിസാമയും നമ്മുടെ ജിറായെ പറ്റി പറയുന്ന ഒരു സീനില്ലേ, അത് ആക്ച്വലി ജിറായയുടെ കൂടെ ഫൈറ്റ് ചെയ്യേണ്ട എന്ന രീതിയിൽ പറഞ്ഞതാണെങ്കിൽ കൂടി ഇൻ കേസ് അങ്ങനെ ഒരു ഫൈറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ പോലും ജിറായാണ് അവിടെ വിൻ ചെയ്യുക. ഇനി രണ്ടാമത്തെ കാര്യം, റീആനിമേറ്റഡ് ആയി വന്ന ഇറ്റാച്ചിയെ ഞാൻ ഇവിടെ എടുക്കുന്നില്ല. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇറ്റാച്ചിക്കാണ് കൂടുതൽ അഡ്വാൻറ്റേജ് വരിക. കാരണം റീആനിമേറ്റഡ് ആയി വരുന്ന ഒരാൾക്ക് സ്റ്റാമിനയും മറ്റു കാര്യങ്ങളൊന്നും ഡ്രെയിൻ ആകില്ല. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മറക്കാതെ കമന്റ്
ചെയ്യൂ. ഇനി നെക്സ്റ്റ് കമ്പാരിസൺ വീഡിയോ ആരുടേത് വേണം ഇതും മറക്കാതെ കമന്റ് ചെയ്യുക.